വജ്രാസനം എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ വലത് കാലൊന്ന് മടക്കി വലത് ബട്ടക്സിൻ്റെ അടുത്തോട്ട് കാല് മടക്കി വയ്ക്കുക. പതിയെ ഇടത് കാല് മടക്കി നല്ല സ്പൈൻ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. ഇവിടെ നമുക്ക് സുഖാസനം ഇരിക്കാൻ പ്രയാസമുള്ളവർക്കും വജ്രാസനയിൽ നല്ല കംഫർട്ടബിളായിട്ട് കൈകൾ ചിന്മുദ്രയിൽ വെച്ച് റിലാക്സ് ചെയ്തിരിക്കാവുന്നതാണ്. റിലീസ്, റിലാക്സ്. 2-3 അടി വിട്ടു വെച്ചതിന് ശേഷം കൈകൾ ഇരുവശങ്ങളിലായി നിവർത്തി വയ്ക്കാം. വീരഭദ്രാസനയിലോട്ട് വരുമ്പം വലതുവശത്തെ കാല് വലതുവശത്തോട്ടൊന്ന് ചെരിച്ചതിന് ശേഷം വലത് കൈയിലേക്ക് നോക്കുക. കാലുകളൊന്ന് ബെൻഡ് ചെയ്ത് കുറച്ച് സമയം അവിടെ നമ്മളുടെ സാധാരണ ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. ഇനി പതിയെ നിവർന്നു നിന്നതിന് ശേഷം ഇടതുവശത്തോട്ട് കാല് ചെരിച്ചതിന് ശേഷം ഇടത് കൈയിലേക്ക് നോക്കുക. കാലുകളൊന്ന് ബെൻഡ് ചെയ്ത്. ഈ ആസനം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ? നമ്മുടെ ശരീരത്തിന് നല്ല ബാലൻസ് കിട്ടുന്നു. നമ്മളെ കാലിൻ്റെ തൈസ് മസിൽസിനും അതുപോലെ നമ്മളെ ഇക്വിറ്റിയുടെ ഭാഗം ആംഗിളിന് നല്ല സ്ട്രെച്ചിങ് കിട്ടുകയാണ്. അതുപോലെ സ്പൈനിലേക്ക് നല്ല മസാജ് കിട്ടുകയും ഷോൾഡർ ഭാഗത്തുള്ള മൊബിലിറ്റിയും കൂടെ പ്രാധാന്യം കൊടുക്കുന്നു. നല്ല ഹൃദയഭാഗത്തേക്ക് നല്ല സർക്കുലേഷൻ, അതായത് നല്ല ഫ്രീ ആവാം, നല്ല ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ ആസനത്തിൻ്റെ ബെനിഫിറ്റ്. ഓക്കെ, തിരിച്ചു വന്ന് തിരിച്ചു വന്ന് കാലുകൾ ഇരുവശങ്ങളിൽ ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം കൈകൊണ്ട് കാലുകൾ ചേർത്ത് പിടിക്കുക. എന്നിട്ട് നല്ല കാലുകൾക്ക് നല്ല ആയാസം കിട്ടുന്ന രീതിയിൽ ഇരുവശങ്ങളിലേക്ക് നല്ല ബട്ടർഫ്ലൈ പോസിൽ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. നമ്മളെ ന്യൂറോ ജനറ്റിക്കൽ ഇഷ്യൂസ്, ഗൈനക്കോളജിക്കൽ ഇഷ്യൂസിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ആസനയാണ്. നമ്മളുടെ കാലിൻ്റെ ഇടുപ്പ് ഭാഗങ്ങളിലേക്കൊക്കെ നല്ല ആയാസം കിട്ടുന്നു. വളരെ ലേഡീസിനൊക്കെ ഏറ്റവും ഫലപ്രദമായ ഒരു ആസനം കൂടിയാണ് ബട്ടർഫ്ലൈ പോസ്, ഭദ്രാസനം. ചെയ്യാൻ പോകുന്നത് മാർജാരാസനമാണ്. മാർജാരാസനം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ വജ്രാസനയിലിരുന്നു. കൈകൾ നേരെ മുന്നിലോട്ട് നിവർത്തി കൈയുടെ അളവ് കാൽമുട്ടിനടുത്ത് നിന്ന് കൈ നേരെ നിവർത്തി വെച്ചു. കൈയുടെ അകലവും കാലിൻ്റെ അകലവും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പതിയെ ശ്വാസം എടുത്ത് ചിഹ്നൊന്ന് ഉയർത്തി മുകളിലേക്ക് നോക്കുന്നു. ബാക്ക് ബോൺ നല്ല സ്ട്രെച്ചിങ് കിട്ടുന്നു. നമ്മളെ C1 മുതൽ L4 L5 ഭാഗം വരെ നല്ല ഒന്ന് ഫ്രീ ആയതിനു ശേഷം അബ്ഡമൻ പാർട്ട് നല്ല ഒന്ന് റിലീഫ് കിട്ടുന്നു. പതിയെ നെക്ക് ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പുറം ഭാഗം ഉയർത്തുന്നതോടുകൂടി നല്ല നമ്മളെ തൈറോയ്ഡ് ഗ്ലാൻഡൊക്കെ എനർജൈസ് ചെയ്യുന്ന ആസനം കൂടിയാണ് മാർജാരാസന. റിലീസ്, റിലാക്സ്. പ്രാണായാമത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രാണായാമം നമ്മുടെ ബോഡി ഫുൾ ഓക്സിജനേറ്റഡ് ആവുന്നു. നമ്മൾ നല്ല എനർജി ഉള്ളിലേക്ക് എടുക്കുന്നു. നമ്മളുടെ നെഗറ്റീവ് എനർജികളെയൊക്കെ പ്രാണായാമത്തിലേക്ക് പുറന്തള്ളാൻ നമുക്ക് കഴിയട്ടെ. താടാസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കാലുകൾ ചേർത്ത് വെച്ചു. കൈകൾ ഇരുവശങ്ങളിലായി നിവർത്തി വെച്ചു. വളരെ സാവകാശം ശ്വാസം എടുത്ത് ഇരു കൈകൾ മുകളിലേക്ക് ഉയർത്തി കൈകൾ നല്ലതുപോലെ ലോക്ക് ചെയ്തു. പതുക്കെ സ്ട്രെച്ച് ചെയ്യുമ്പം കാൽപാദം പരമാവധി പൊങ്ങുന്നു. അവിടെ നമ്മളെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ആസന കൂടിയാണ് താടാസന. വളരെ സാവകാശം ശ്വാസം അയച്ചു വിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരുന്നു. റിലീസ്, റിലാക്സ്. പോസ്റ്ററിൽ നമുക്ക് നിൽക്കുന്ന സമയത്ത് നമ്മളെ ബാക്ക് ബോൺ മസിൽസ് നല്ല സ്ട്രെങ്തൻ ആവുകയും അതേപോലെ അബ്ഡമൻ മസിൽസിനെ സ്ട്രെങ്തൻ ആക്കി എടുക്കാനും സാധിക്കുന്നു. നമ്മളെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് ബോഡിയെ ബാലൻസ് ചെയ്യാൻ സാധിക്കുകയാണ് ഈ ആസനത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. നിവർത്തി വയ്ക്കുക. ഇടത് വശത്തോട്ട് കാല് ചരിച്ച് ഇടത് കൈ താഴ്ത്തി വലത് കൈയുടെ മുകളിലേക്ക് നോക്കുക. വളരെ സാവകാശം നിവർന്നതിന് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരും.